ഹലോ എല്ലാവർക്കും എയർജുവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം റീ റിലീസുകളുടെ കാലമാണ്. നമ്മുടെ ലാലേട്ടന്റെ 3 പടങ്ങൾ റീ റിലീസ് ചെയ്തായിരുന്നു. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ്. ഇപ്പം മമ്മൂക്കയും റീ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പടം റീ റിലീസ് ചെയ്തായിരുന്നു, പാലേരി മാണിക്യം. പക്ഷെ പ്രതീക്ഷിച്ച കണക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല. പ്രതീക്ഷിച്ച കണക്കെന്നല്ല, നല്ല രീതിയിൽ ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള പടങ്ങളൊന്നും അല്ലല്ലോ റീ റിലീസ് ചെയ്യേണ്ടത്. റീ റിലീസ് ഇതേ കണക്കത്തെ ലാലേട്ടന്റെ പടം റീ റിലീസ് ചെയ്താലും സെയിം അവസ്ഥ തന്നെ ആയിരിക്കും. അപ്പം റീ റിലീസ് ചെയ്യേണ്ടത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന അങ്ങനെ അത്തരത്തിലുള്ള പടങ്ങളാണ് റീ റിലീസ് ചെയ്യേണ്ടത്. എനിക്ക് റീ റിലീസ് ചെയ്ത് കാണാനായിട്ട് ഇഷ്ടമുള്ള മമ്മൂക്കയുടെ കുറച്ച് പടങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഒരു 2-3 പടങ്ങളുണ്ട്. നിങ്ങൾക്കും അത് കണക്ക് മമ്മൂക്കയുടെ റീ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പടങ്ങൾ എന്തായാലും കാണുമല്ലോ. അതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ, ഒന്ന് അറിയാനായിട്ട്. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് മമ്മൂക്കയുടെ റീ റിലീസ് ചെയ്യാനായിട്ട് പോകുന്ന പടം ഒരു വടക്കൻ വീരഗാഥ. 1989 ഇറങ്ങിയ ആ ഒരു പടം 4K റീമാസ്റ്റർ ചെയ്ത് ഇപ്പോൾ റീ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു ടീസർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും പഴയ ഒരു പടം 4K റീമാസ്റ്റർ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന്റെ ആ ക്വാളിറ്റി എത്രത്തോളം ആണെന്നൊക്കെ അറിയാനായിട്ട് നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ അറിയാലോ, ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. പക്ക ക്ലാസിക് ഐറ്റം ആണ്. ഓക്കെ, അത് തിയേറ്ററിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാനായിട്ട് ഞാൻ വെയിറ്റിംഗിലാണ്. മറ്റേ പടങ്ങളൊക്കെ അല്ല. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്ലാസിക്കുകളിൽ ഒരു പടമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് തിയേറ്റർ വാച്ച് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മമ്മൂക്കയുടെ ചന്തു 4K വരുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റെഡി? ചന്തുവിനെ തോപ്പിക്കാനാകില്ല മക്കളെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരെ തെരഞ്ഞാണ് നിങ്ങളുടെ പോക്ക്? ഒരു മൊഴി ചോദിക്കാൻ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടല്ലോ അച്ഛ. നിലവിളിയും ഒഴിച്ചിരിക്കാം ഇപ്പോഴും വെറുക്കുന്ന അച്ഛ. ചന്ദ്രന് ജീവിക്കാൻ ഇവർക്കാവില്ല. നിനക്കും എന്നെ അറിയില്ല, ആർക്കും അറിയില്ല. അറിയാൻ ഞാൻ അവസരം തരും. ആരെങ്കിലും ഒരാളെന്നെ അറിയാമോ? ചതിയൻ ചന്തുവിനേക്കാൾ അരികെ വരുന്നത് പിറക്കാൻ പോകുന്ന എന്റെ മകനായിരിക്കും. ചന്തു ചതിക്കുമെന്ന് അമ്മയെ ഞാൻ പറഞ്ഞതായിരുന്നു. ജയവൻ കണക്ക് നിൽക്കുന്നത് പണം പറഞ്ഞല്ല, ചുരികത്തല പോകില്ല. ഞാൻ പറഞ്ഞു വെട്ടിയാലും തടുക്കാനാവില്ല മച്ചാ. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. അറിയിപ്പോ സൗണ്ട് മോഡുലേഷൻ വടക്കൻ വീരഗാഥ എന്നാണ് റിലീസ് എന്നൊന്നും ഇല്ല. പക്ഷെ ക്വാളിറ്റി ഐറ്റം ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അതിലും കൂടുതൽ ക്വാളിറ്റി ഈ ഒരു ടീസറിനകത്ത് കാണാനുണ്ട്. പ്രത്യേകിച്ച് ടീസർ കട്ടും കാര്യങ്ങളും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഒരു കിടിലൻ വൈബ് ഈ ഒരു ടീസർ നൽകി. കിടിലോടെ ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം, ഒരുപാട് അപ്പുറം. ശരിക്കും മമ്മൂക്കയുടെ ആ ഒരു സൗണ്ട് മോഡുലേഷൻ ഒക്കെ പറയാൻ വാക്കുകളില്ല. ലെജൻഡ്, അത്രയേ ഉള്ളൂ, ലെജൻഡ്. മമ്മൂക്കയ്ക്ക് ആയാലും ലാലേട്ടനായാലും തെളിയിക്കാനൊന്നുമില്ല. അമ്മാതിരി പടങ്ങളാണ് പണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും മമ്മൂക്കയുടെ ഈ ഒരു പടം തിയേറ്ററിൽ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടീസർ കാണുമ്പോൾ തന്നെ ഈ ഒരു പടം ഒന്ന് തിയേറ്ററിൽ കണ്ടാൽ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇത് തിയേറ്റർ വാച്ച് ഞാൻ ഉറപ്പിച്ച പടമാണ്. ഇതിപ്പോ ഞാൻ ഡബിൾ ഉറപ്പിച്ച്. കാരണം ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കണ്ടപ്പോഴത്തേക്കും 1989 ഇറങ്ങിയ പടമാണെന്ന് പറയാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് സൗണ്ട് ക്വാളിറ്റിയും എല്ലാം ഞാനൊരു ഡോൾബി അറ്റ്മോസിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ പടം ഞാൻ തിയേറ്റർ വാച്ച് ഉറപ്പിച്ച്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ കുറച്ച് പടങ്ങളുണ്ട്. അതായത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കുന്ന, ഞാൻ തിയേറ്ററിൽ കാണാത്ത 1-2-3 പടങ്ങളുണ്ട്. എനിക്ക് അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയ ഒരു പടം കൂടി ഞാനൊരു ലിസ്റ്റിൽ കയറ്റിയിട്ടുണ്ട്. ആദ്യം എല്ലാ മമ്മൂക്ക ഫാൻസിനെ കണക്കും സിനിമാ സ്നേഹികളെ കണക്കും ഒക്കെ എനിക്ക് തോന്നിയ ഒരു പടം രാജമാണിക്യം പോലെ ഒരു പടമൊക്കെ അങ്ങ് ഇറക്കി വിട്ടാലുണ്ടല്ലോ, 4K റീമാസ്റ്റർ ചെയ്ത് റീ റിലീസിന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ തിയേറ്റർ വാച്ച് വളരെയധികം മിസ് ചെയ്ത ഒരു പടമാണ് രാജമാണിക്യം. ഓക്കെ, ഇപ്പോഴും ഫോണിലും ടിവിയിലും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇതേ കണക്കത്തെ പടങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അത്തരത്തിലൊരു സിനിമ, ഒരു പക്ക കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ്. അപ്പൊ ആ ഒരു പടങ്ങളൊക്കെ തിയേറ്ററിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബായിരിക്കും. അപ്പം ആ ഒരു പടം രാജമാണിക്യം തിയേറ്ററിൽ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മായാവിയും തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു
ഫാമിലി എന്റർടൈനർ ആണ്. സോ ആ ഒരു പടവും ഞാൻ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗ് ബി എന്തായാലും 100% റീ റിലീസ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. ബിലാൽ വരുന്നുണ്ടെങ്കിൽ ബിലാലിനുള്ള പ്രൊമോഷനായിട്ട് വേറെ ഒന്നും വേണ്ട, ഈ ബിഗ് ബി എടുത്ത് 1 മാസം മുമ്പ് അങ്ങ് ഇറക്കി വിട്ടാൽ മതി. അത് തന്നെ പ്രൊമോഷനാണ്. ഇതുവരെ കണ്ട റീ റിലീസുകളുടെയൊക്കെ കളക്ഷനൊക്കെ റെക്കോർഡ് മാർജിനിൽ ബിഗ് ബി പൊട്ടിക്കുന്ന കാര്യം അത് 100% ഉറപ്പാണ്. കാരണം ഇത് കാലം തെറ്റി ഇറങ്ങിയ പടമാണെന്ന് മലയാളികൾ ഇങ്ങനെ പറഞ്ഞു. അത് അത്തരത്തിൽ കാലം തെറ്റി ഇറങ്ങിയ ഒരു പടമാണ് ബിഗ് ബി. ശരിക്കും പറഞ്ഞാൽ ദേവദൂതനൊക്കെ ഇത്രയും ഹിറ്റാവാൻ കാരണം മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്, കാലം തെറ്റി ഇറങ്ങിയ പടമാണ്, അല്ലെങ്കിൽ വിജയം വേണ്ടിയിരുന്ന ഒരു പടമാണ്. അതേപോലത്തെ ഒരു പടമാണ് ബിഗ് ബി. ബിഗ് ബി തിയേറ്ററിൽ വിജയിക്കേണ്ട ഒരു പടമാണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഒരേപോലെ, മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ തോന്നുന്ന ഒരു പടമാണ്. സോ അതൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോക്സ് ഓഫീസ് വിജയമാകുന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സോ എനിക്ക് ഈ 3 പടങ്ങൾ, രാജമാണിക്യം, മായാവി, ബിഗ് ബി, അതേപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന പടം നല്ല രീതിയിൽ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. അത് മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ്, അതിനകത്തെ പാട്ട് എല്ലാം കൊണ്ട് ആ ഒരു ക്യാരക്ടർ തന്നെ ഒരു ആഘോഷിക്കപ്പെടേണ്ട ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്തോ മമ്മൂട്ടി ഫാൻസ് പോലും അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ബ്ലാക്കിലെ ഷൺമുഖൻ എന്ന ക്യാരക്ടർ, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ടായാലും എല്ലാം കൊണ്ട് ഒരു കിടിലം പടമാണ്. നമുക്കുള്ള ഡയലോഗ് ഡെലിവറി എല്ലാം കൊണ്ട് ഒരു കിടിലം പടമാണ്. അപ്പൊ ആ ഒരു പടത്തിന്റെ തിയേറ്റർ വാച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഭാവിയിൽ ആ ഒരു പടം റീ റിലീസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും മമ്മൂക്കയുടെ ഞാൻ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പൊ അതേകണക്ക് നിങ്ങൾക്കും ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്തേക്കുക. വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാണാൻ ആഗ്രഹമുള്ളവരെ നമുക്ക് കമന്റ് സെക്ഷനിൽ പരിചയപ്പെടാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.